ഗുഡ് ബൈ വി ഐ. എന്താണ് ഗുഡ് ബൈ പറയാൻ കാരണം? വി ഐ 2020 ആവുമ്പോഴത്തേനും വോഡഫോൺ ഐഡിയ ഓർ ബി ഐ ടെലികോം കമ്പനി മൈറ്റൻറ്റ് എങ്ങനെയാണ് എന്നിട്ട് ചെയ്യാൻ പോകുന്നത്? അതായത് 20 കോടിയിലധികം ആൾക്കാർ വി ഐ സിമ്മ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതെങ്ങനെ ക്ലോസ് ആവാൻ പോകുന്നതാണ് മനസ്സിലാവത്തെ. വി ഐ ഈസ് റിക്വസ്റ്റിംഗ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു waive of their AGR, otherwise they will be not be able to operate in 2026. AGR is like tax shared to government by telecom companies for license. ആ നല്ല രീതിയിൽ തന്നെ ആ സാധനം ഒന്നുകിൽ അത് കുറയ്ക്കണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എ ജി ആർ എന്ന് പറയുന്നത്. ഒരു ടാക്സ് ആണ്, നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സ് ആണ്. അത് കുറയ്ക്കണം എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. വോഡഫോൺ ഐഡിയ നീഡ്സ് ടു പേ 18,000 crores ടു ഗവൺമെന്റ് ഓഫ് സി ജി ആർ. 18,000 കോടി രൂപയാണ് അത്രയും ആ ഒരു പേ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ 4 കോടിയിലെ കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അതായത് 5 വർഷത്തിനുള്ള ഏറ്റവും വലിയൊരു ഇടിവാണ് ഈ 4 കോടി ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത് തന്നെ. That's why we as recently petitioned that if dues are not waived, it may be forced to shut down forever. സത്യം, ഇത്രയും പൈസ ഒന്നും അടയ്ക്കാതിരുന്നാൽ ഗവൺമെന്റ് സമ്മതിക്കൂല. അതേപോലെ ഇത്രയും പൈസ അടച്ചാൽ ഇവരുടെ കമ്പനി ഇവർക്ക് പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. അടയ്ക്കാനുള്ള പൈസ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർ അവസാനം ഇത് പൂട്ടിക്കെട്ടി പോകേണ്ടി വരുമെന്ന്. വൺസ് വി ഐ ഷട്ട് ഡൗൺസ്, എൻ്റെ ദൈവമേ, വി ഐ ഷട്ട് ഡൗൺ ചെയ്താൽ 1,100 ഓഫീസ് ക്ലോസ് ചെയ്യും. അതേപോലെ തന്നെ 15,000 എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടും. അതേപോലെ തന്നെ 5 ലക്ഷത്തോളം മൊബൈൽ ടവർ ഡിസ്കണക്ട് ആവും. പിന്നെ അതേപോലെ തന്നെ ജിയോയുമായിട്ടുള്ള മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്യും. പിന്നെ ബി എസ് എൻ എൽ ആണ് അടുത്ത തേർഡ് ലാർജസ്റ്റ് ടെലികോം കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നമ്മുടെ ബി എസ് എൻ എൽ വരികയും ചെയ്യും. എന്തൊരവസ്ഥയാണല്ലേ. അതായത് 40 കോടി സബ്സ്ക്രിപ്ഷൻസ് ആക്ച്വലി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നൗ ഇറ്റ്സ് ഓൺ ഷട്ടിങ് ഡൗൺ. അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നിട്ടാണ് അത്രയും ആൾക്കാർ ഉപയോഗിച്ചിട്ട് സിനിമ ആണ് ഇതിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 40 കോടിയിലേറെ ആൾക്കാർ